സുരേഷ് ഗോപി ഇന്ന് രാവിലെ ലൂർദ് പള്ളിയിൽ പോയി. തൃശ്ശൂരിൽ മാതാവിന് ഒരു സ്വർണ്ണ കൊന്ത ചാർത്തി. അതിന് തൊട്ടുമുമ്പ് പോയത് മുരളി മന്ദിരത്തിലാണ്, പത്മജയുടെ വീട്ടിൽ, അല്ലെങ്കിൽ മുരളിയുടെയും പത്മജയുടെയും വീട്ടിൽ. അവിടെ ചെന്ന് കരുണാകരൻ്റെയും കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥിച്ചു, പുഷ്പാർച്ചന നടത്തി. ഇന്നലെ പോയത് ശാരദ ടീച്ചറുടെ വീട്ടിലാണ്, കല്യാശ്ശേരിയിൽ, നായനാരുടെ ഭാര്യ. അവിടെ പോയപ്പോഴത്തേക്ക് ഈ ഓൺലൈൻ സംഖ്യകളിൽ ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല. പരുമല കോളേജിലെ ABVP പ്രവർത്തകരെ ഓർക്കണം, നായനാരുടെ പ്രസംഗം എന്ന് പറഞ്ഞൊക്കെ ചില കാമ്പയിനൊക്കെ നടന്നു. എന്നാലും സുരേഷ് ഗോപി രാഷ്ട്രീയത്തിനതീതമായി നടത്തുന്ന ഈ സന്ദർശനങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കും? അതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അത് അദ്ദേഹം മന്ത്രിയായതിനു ശേഷം നടത്തുന്ന ചില മര്യാദകൾ മാത്രമാണ്. സുരേഷ് ഗോപി പയ്യാമ്പലത്ത് മാരാർജിയെ ദഹിപ്പിച്ച സ്ഥലത്തും പോയിരുന്നു. ഞാനത് പറയാത്തത് BJP-കാരനായതുകൊണ്ടാണ്. പിന്നെ മുകുന്ദേട്ടൻ്റെ വീട്ടിലും പോയിരുന്നു. മുകുന്ദേട്ടൻ്റെ ഫോട്ടോയിലും പുഷ്പാർച്ചനയൊക്കെ നടന്നു. BJP-കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് ഈ നമ്മൾ പൊതുവെ എറണാകുളമിൽ പൊളിറ്റീഷ്യൻസ് അത് ചെയ്യാറില്ല. ഞാൻ കേരളത്തിൽ രാജഗോപാലും V മുരളീധരനും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. അവർ ഈ സാധാരണ പൊളിറ്റീഷ്യൻസാണ്. അതുകൊണ്ടാണ്. ഇപ്പോൾ നയനാർ മരിക്കുമ്പോൾ പോകാമോ? മരിക്കുമ്പോൾ പോകാമെങ്കിൽ മരിച്ച് കഴിഞ്ഞും പോയിക്കൂടെ? കരുണാകരൻ മരിച്ചു കിടക്കുന്നു, സുരേഷ് ഗോപി പോയാൽ ആരും ഒരു കുറ്റവും പറയില്ല. മരിച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യം പറയുന്നത് എന്തിനാണ്? അത് ശരിയല്ല. രാഷ്ട്രീയത്തിൽ ഇതുപോലത്തെ മര്യാദകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുസ്വാധീനം കൊണ്ട് അത് ഇല്ലാതായി. ഞാൻ ഈ VK കൃഷ്ണമേനോൻ തിരുവനന്തപുരത്ത് മത്സരിച്ച് ജയിച്ചല്ലോ. ജയിച്ചു കഴിഞ്ഞ് VK കൃഷ്ണമേനോൻ ആദ്യം ചെയ്തത് എതിർ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോയിട്ട്, സുബ്രഹ്മണ്യം പോറ്റിയായിരുന്നു അത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നേരെ ഫലപ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത പ്രവൃത്തി തോറ്റ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോവുമായിരുന്നു. എന്നിട്ട് എല്ലാവരും കേൾക്കെ തോറ്റ ആളിനോട് പറഞ്ഞു, വാസ്തവത്തിൽ നിങ്ങളാണ് ജയിച്ചത് കേട്ടോ, മോറൽ വിക്ടറി നിങ്ങളുടെയാണ്. ടെക്നിക്കലി ഞാൻ ജയിച്ചു, മോറൽ വിക്ടറി. എന്തൊരു ഫൈറ്റായിരുന്നു നിങ്ങളുടെ! ഇങ്ങനൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ഞാൻ കണ്ടിട്ടില്ല. മോറലി യു ഹാവ് വൺ. അതിന് VK കൃഷ്ണന് കുറേ ന്യായങ്ങളുണ്ടായിരുന്നു. ഇന്ന സ്ഥലത്ത് എനിക്ക് കിട്ടേണ്ട വോട്ടാണ്, അത് പൊളിറ്റിക്കൽ വോട്ടാണ്, ദാറ്റ് വെൻ ടു യു. സോ ഇൻ ഫാക്ട് ഐ വൺ ബട്ട് മൈ പൊളിറ്റിക്സ് ഫെയിൽഡ്. ഇത് തുറന്ന് സമ്മതിക്കാനുള്ള ഒരു വിശാല ഹൃദയത്വം VK കൃഷ്ണമേനോൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സങ്കല്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ മറ്റേയാൾ പറയും ധാർമ്മിക വിജയം എനിക്കാണ്, ധാർമ്മിക വിജയം എനിക്കാണെന്ന് പറയും. ഇയാളൊരിക്കലും സമ്മതിക്കാറില്ല ധാർമ്മിക വിജയം തനിക്കാണ്. പക്ഷേ VK കൃഷ്ണമേനോൻ അത് സമ്മതിച്ചിരുന്നു. ദാറ്റ് വാസ് അവർ കൾച്ചർ. അതിനകത്ത് ഒരു തെറ്റുമില്ല. ഇപ്പോൾ ഈ പരുമല സംഭവം ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. അതിൻ്റെ നിയമസഭാ രേഖകൾ കൊണ്ടുവന്ന് ഇവിടെ ABC-യിൽ ഞാൻ കാണിച്ച് ചർച്ച ചെയ്ത് ഐ റിമെമ്പർ. അതിനുശേഷമാണ് EMS മരിക്കുന്നത്. EMS മരിച്ചു കിടക്കുമ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ P പരമേശ്വരൻ പോയിരുന്നു. വാട്ട് വിൽ യു സേ? P പരമേശ്വരൻ ദുഷ്ടനായിരുന്നു, പരുമല മറന്നുപോയതുകൊണ്ടാണ്. ഈ രാഷ്ട്രീയ മര്യാദ എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അത് CPM ഇല്ലാതെയാക്കി. ഇപ്പോൾ CPM-ന് തന്നെ അത് നിവൃത്തികേടുകൊണ്ട് അത് തിരിച്ചു വരുന്നു. KG മാരാർ മരിച്ചപ്പോൾ ഞാൻ ഉണ്ട് ഇവിടെ എറണാകുളത്ത് ജന്മഭൂമി ഓഫീസിന് മുമ്പിലായിരുന്നു പൊതുദർശനത്തിന് വെച്ചിരുന്നത് മൃതദേഹം. BJP അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരൻ വന്നത് കോൺഗ്രസ്സിലെ AC ജോസ് ആയിരുന്നു. ഇന്ന് അദ്ദേഹം ഇല്ല. AC ജോസ് മാത്രമാണ് വന്നത്, വേറെ രാഷ്ട്രീയ നേതാക്കൾ വന്നില്ല. അൺടച്ചബിളായിരുന്നു KG മാരാർ. ആ സിറ്റുവേഷൻ പക്ഷേ അത് ഓർമ്മയുണ്ടായിട്ടും P പരമേശ്വരൻ EMS മരിച്ചപ്പോൾ പോയി. P പരമേശ്വരൻ മരിച്ചപ്പോഴോ പിണറായി വിജയൻ വരികയും ഋഷി തുല്യമായ ജീവിതം നയിച്ച മനുഷ്യനായിരുന്നു P പരമേശ്വരൻ എന്ന് ബുക്കിൽ എഴുതി വയ്ക്കുകയും ചെയ്തു. സോ സ്ലോലി P പരമേശ്വരൻ അടക്കമുള്ള ജനസംഘക്കാർ, BJP-ക്കാർ CPM-ൻ്റെ ഈ സ്വഭാവം മാറ്റിക്കൊണ്ടുവന്നു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയ പാർട്ടിയും ഒക്കെ ഉണ്ട്, പക്ഷേ മനുഷ്യത്വം അതിലുമൊക്കെ മേലെയുള്ള ഒരു വികാരമാണ് ആയിരിക്കണം എന്നുള്ളൊരു പ്രിൻസിപ്പിൾ
അത് മെല്ലെ CPM അംഗീകരിച്ചു തുടങ്ങി. സുരേഷ് ഗോപിയും ഇതുപോലെ വിശാലമായിട്ട് പെരുമാറുന്നു. വോട്ട്, തെരഞ്ഞെടുപ്പ്, അതിൻ്റെ വെല്ലുവിളി, ബഹളം ഒക്കെ അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത്. സർപ്രൈസിംഗ്ലി സർസംഘചാലകൻ പറഞ്ഞ വാക്കും അതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങൾ മത്സരിക്കുമ്പോൾ അന്യോന്യം തോൽപ്പിക്കാനായിട്ട് പലതും പറയണമല്ല. മത്സര സമയത്ത് ഞാനാണ് മിടുക്കനെന്ന് കാണിക്കേണ്ട ആവശ്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക. പഴയ വഴക്കിങ്ങനെ ചൊറിഞ്ഞെടുത്തിട്ട് അന്യോന്യം പറയുക, കുറ്റപ്പെടുത്തുക, വേണ്ടാത്ത ശൈലിയും ഭാഷയും ഉപയോഗിക്കുക. അത് ശരി, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതുപോലും അത്ര നന്നായില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും ഭാഷയിലൊരു നിയന്ത്രണം വരണമായിരുന്നു. സംഭവിച്ചു, പോട്ടെ. ഇനിയിപ്പോൾ അതേ ചൊല്ലി വീണ്ടും കലഹം തുടങ്ങരുത്. അപ്പോൾ സുരേഷ് ഗോപി അതനുസരിച്ച് പെരുമാറുന്നു. വ്യക്തിപരമായിട്ട് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഏത് ദൈവത്തെ ആരാധിക്കുന്നതിനും തടസ്സമില്ല ഉണ്ട്. സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ പോകാനായിട്ട് ഹിന്ദുമതത്തിൽ തടസ്സമൊന്നുമില്ല. ഉണ്ടാവേണ്ടത് ക്രിസ്ത്യാനിക്കാണ്. ക്രിസ്ത്യാനിക്ക് തടസ്സമില്ല, പിന്നെന്താ? ആർക്കും പരാതി ഉണ്ടാവേണ്ടത് അവർക്കാണ്. കാരണം അവിശ്വാസിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഈ പ്യൂർലി ടെക്നിക്കൽ തിയോളജി വെച്ച് ഞാൻ പറയാം, അവർക്ക് ബിലീവർ ആൻഡ് ഹെററ്റിക്, ഇതാണ് ദ്വന്ദ്വം ക്രിസ്ത്യാനിയുടെ. ബിലീവർ അല്ല സുരേഷ് ഗോപി, ഹെററ്റിക്കാണ്. ബിലീവർ ആണെങ്കിൽ, ബിലീവർ ആവാം സുരേഷ് ഗോപിക്ക്, സുരേഷ് ഗോപി മതം മാറണം, ജ്ഞാനസ്നാനം ചെയ്യണം, മറ്റതിൽ പോകരുത്, പിന്നെ അമ്പലത്തിൽ പോകരുത്. ഇതാണ് അവരുടെ ഒരു തിയോളജി. അതാണ് പ്രാക്ടിക്കലി എല്ലാവരും എല്ലാ സ്ഥലത്തും ഒക്കെ പോകുന്നു. കാരണം മനുഷ്യ ജീവിതം മുന്നോട്ട് പോകണ്ടേ. സോ തിയറിയൊക്കെ, ഗ്രന്ഥമൊക്കെ അവിടെ ഇരിക്കുമ്പോൾ പോലും പണ്ടൊരു കാലത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത്, ക്രൈസ്തവ സഭ രൂപീകരിച്ച കാലത്ത് പോപ്പ്, കുരിശ് യുദ്ധം, അത് ഇത് ഒരുപാടൊക്കെ ഉണ്ട്. ഈ ചരിത്രമൊന്നും നോക്കിയിട്ടല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ ഒരു കൺവീനിയൻസിലും സ്നേഹമുറയ്ക്കും ഒക്കെ ജീവിക്കുന്നു. സുരേഷ് ഗോപി പോകുന്നു, പള്ളിക്കാർക്കും സന്തോഷം, സുരേഷ് ഗോപിക്ക് സന്തോഷം. കണ്ടു നിൽക്കുന്നവരെന്തിനു വേണ്ടാത്ത വ്യാഖ്യാനം കൊടുക്കുന്നത്? ഒരു മാതൃകാ പൊതുപ്രവർത്തകൻ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. അതിൽ അദ്ദേഹം തെറ്റൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പാത്തോളജിക്കൽ ഹെയ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അസ്ഥിയിൽ പിടിച്ച വെറുപ്പ്. അവർക്ക് ക്രൈസ്തവ സഭ പണ്ട് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിലെ ചില വേണ്ടാദിനങ്ങൾ, ഇതൊക്കെ എപ്പോഴും അവരുടെ മനസ്സിൻ്റെ പിന്നിലുണ്ടാകും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് അവർ ഓരോരുത്തരുടെയും പ്രവൃത്തിയെ കാണുന്നത്. ഞാനവരെ കുറ്റപ്പെടുത്തുകയില്ല, അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കതൊരു ന്യായം പറയാനുണ്ടാകും, അത് ശരിയുമായിരിക്കും. അതാണ് സംഭവം. ഇപ്പോൾ പരുമല സംഭവം ശരിയല്ലേ? KT ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ് ശരിയല്ലേ? വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസ് ശരിയല്ലേ? അവിടെ പോയി. പക്ഷേ വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതിയായിരുന്നു പിണറായി വിജയൻ എന്ന് വെച്ചിട്ട് ഗഡ്കരി പിണറായി വിജയൻ്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് ഒരു വിയോജിപ്പ് വരുന്നത്. ഫൈൻ, വി നോ, ഞാൻ വാടിക്കൽ രാമകൃഷ്ണൻ കേസ് റീഓപ്പൺ ചെയ്യണം എന്ന അഭിപ്രായമുള്ളവനാണ്. എൻ്റെ കയ്യിൽ കാശുമില്ല, എനിക്ക് സെക്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ തലശ്ശേരി പോയിട്ട് ഇപ്പോഴും ഞാൻ ഈ വയസ്സുകാലത്ത് അത് റീഓപ്പൺ ചെയ്തേനെ. അത് ചെയ്യാൻ തലശ്ശേരിയിൽ ആളില്ലാതെ പോയി, അതാണ് അതിൻ്റെ ഗതികേട്. എന്തുമായിക്കോട്ടെ, ബട്ട് അത് ഇരിക്കുമ്പോൾ പോലും പിണറായി വിജയൻ്റെ ഒരു ചെയ്തിയിൽ മെറിറ്റ് ഉണ്ടെങ്കിൽ അതിൽ മെറിറ്റ് ഉണ്ട് എന്ന് പറയാനും എനിക്ക് മടിയൊന്നുമില്ല. വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കുക, അതുകൊണ്ട് അവൻ ചെയ്യുന്നത് മുഴുവൻ തെറ്റ്, ഇങ്ങനെ പറയുന്നത് ഒരു ഹെൽത്തി ബാലൻസ് മൈൻഡിൻ്റെ ലക്ഷണമല്ല. നിങ്ങൾ ഈ ശത്രുവിനെ നിങ്ങൾ ശത്രുവായിട്ട് കാണണം, ദാറ്റ് ഈസ് ട്രൂ. ബട്ട് ശത്രുവാണെങ്കിലും അയാൾ ഈ നാട്ടിലുള്ള ആളാണ്. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ടാണ്. നമ്മളെ ആക്രമിച്ച് കീഴടക്കാൻ വരുന്നവനും നമ്മളുടെ തന്നെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് വഴക്കുണ്ടാക്കുന്നവനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നാളെ RSSൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാളെ MV ഗോവിന്ദനും പിണറായി വിജയനും EP ജയരാജനും ഒക്കെ RSSൽ വരേണ്ടവരാണ്. അവർ വരുന്നില്ല, കൺവിൻസ്ഡ് ആയിട്ടില്ല. അവർ കൺവിൻസ്ഡ് ആവാത്തത് എന്തുകൊണ്ടാണ്? അതിൽ RSSനും ഒരു പോരായ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. I could not communicate to them properly. Therefore they are not friendly. എൻ്റെയും ഒരു പ്രശ്നം അതിനകത്തുണ്ടല്ലോ. എൻ്റെ പ്രശ്നം 1%, 99% അവരുടെ ആയിരിക്കാം. ബട്ട് 1% or 1% എൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. ഇതാണ് വിശാലമായ RSS കാഴ്ചപ്പാട്. പക്ഷേ ഇത് പറയുമ്പോൾ എന്നാൽ പിന്നെ താൻ പിണറായി വിജയൻ്റെ സെക്രട്ടറി ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നത് വളരെ ചെറിയ മനസ്സുകളാണ്. ഇത്തരം വാശിയിലൂടെ ഒന്നും രാഷ്ട്രീയമോ രാഷ്ട്രമോ മുന്നോട്ട് പോയിട്ടില്ല. യു ഹാവ് ടു ബി
ഫ്രണ്ട്ലി വിത്ത് എവറി വൺ ആസ് ഫാർ ആസ് പോസിബിൾ. എവരി വൺ, എല്ലാവരുമായിട്ടും ഫ്രണ്ട്ലി ആയിരിക്കണം. കേരളത്തിന് അങ്ങനെ വലിയ പരിചയമില്ലാത്തൊരു രാഷ്ട്രീയ സംസ്കാരമാണ് ഈ സന്ദർശനങ്ങളിലൂടെ സുരേഷ് ഗോപി കാണിച്ചു തരുന്നത്. അതൊരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കുമോ? മറ്റുള്ളവരും ഈ പാത സ്വീകരിക്കുമോ? ചിലരൊക്കെ അത് സ്വീകരിക്കുന്നവരുണ്ട് ഇപ്പോൾ തന്നെ. അതിന് ഈ പറഞ്ഞ പ്രാധാന്യമൊന്നും കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയെ അനുമോദിക്കുന്നവരുണ്ട്, വളരെ ചുരുക്കം. ഇതുപോലെ ഈ സന്ദർശനങ്ങളൊക്കെ നടത്തുന്നവരുമൊക്കെ ഉണ്ട്. അതിന് പ്രാധാന്യം കിട്ടുന്നില്ല. സുരേഷ് ഗോപിക്ക് പ്രാധാന്യം കിട്ടുന്നത്, സുരേഷ് ഗോപിയാണ് കേരളത്തിലെ ഏക BJP MP. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനവും കുറേ നാളത്തേക്കെങ്കിലും മീഡിയ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ ഇദ്ദേഹം എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അതിനകത്ത് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കാൻ പറ്റുമോ, അടുത്ത തെരഞ്ഞെടുപ്പെങ്കിലും ഇദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള മരുന്ന് കിട്ടുമോ, അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ സന്തോഷം ഉണ്ടാകുന്നത്. നമ്മൾ സുരേഷ് ഗോപിക്ക് BJPക്കാർ മാത്രമല്ല വോട്ട് ചെയ്തിട്ടുള്ളത്, എല്ലാവരുടെയും വോട്ടുകൾ സുരേഷ് ഗോപിക്ക് BJP വോട്ടിനൊപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും MP ആണ് എന്ന് കരുതുന്നത്. അത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. വി മുരളീധരന് എല്ലാം BJPയുടെ വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, BJPക്ക് പുറത്തുനിന്ന് വോട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന്, അതെ, രാജീവ് ചന്ദ്രശേഖറിന്, എന്തിന് പൊന്നാനിയിലെ നിവേദിത സുബ്രഹ്മണ്യന് കിട്ടിയിട്ടുണ്ടാവും. എല്ലാ സ്ഥാനാർത്ഥിക്കും ബിയോണ്ട് ദെയർ പാർട്ടി കുറേ വോട്ട് കിട്ടുന്നുണ്ട്, വിതിൻ ദെയർ പാർട്ടി കുറേ വോട്ട് കിട്ടാതെയും പോകാറുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കാണോ പാർട്ടിക്കുള്ളിൽ ഞാനും അയാളും തമ്മിൽ സ്വല്പം പിണക്കമുണ്ടെന്ന് വെച്ചോ, ഞാനും ഇച്ചിരി മൗനമായിട്ടിരിക്കുക, ഞാൻ ചിലപ്പോൾ വോട്ട് ചെയ്യാൻ തന്നെ പോകില്ല, എൻ്റെ വോട്ട് അങ്ങനെ കിട്ടുകയില്ല. പക്ഷേ 1000 വോട്ട് എതിരാളുടെ ഭാഗത്ത് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ജയിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പാർട്ടിക്കപ്പുറം വോട്ട് കിട്ടുക എന്ന് പറയുന്നൊരു സാധാരണ സംഭവമാണ്. അതൊരു എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാവരും പിന്നീട് വരുമ്പോൾ ഞാൻ ആ പാർട്ടിയുടെ MP MLA എന്നാണ് പെരുമാറാറുള്ളത്. സുരേഷ് ഗോപി തുടക്കം മുതലേ കാണിക്കുന്നത് ഞാൻ പാർട്ടിയുടെ മാത്രമല്ല ജനങ്ങളുടെ ആണെന്നാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. MP ആയിക്കഴിഞ്ഞാൽ, മന്ത്രി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവർ വോട്ട് ചെയ്തില്ല, പക്ഷേ നിങ്ങളാണ് അവരുടെ പ്രതിനിധി. അതെ, നിങ്ങൾ പ്രതിനിധിയാവുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അവർ, പക്ഷേ നിങ്ങളെ പ്രതിനിധി ആക്കിയിരിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം കൂടെ കയറിയിട്ട്. അപ്പോൾ അവരെ ഉപേക്ഷിക്കാമോ? വോട്ട് ചെയ്തില്ല എന്നുള്ള അവർക്ക് വേറെ ഓപ്ഷനില്ല. അപ്പോൾ യു കനോട്ട്. ഇപ്പോൾ 30, 35, 40, 42 ഒക്കെ കിട്ടുന്ന സ്ഥാനാർത്ഥി ജയിക്കും. 58% അവഗണിച്ച് അദ്ദേഹത്തിന് ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. ഈ 58% ഇദ്ദേഹത്തെ വെറുക്കാൻ പറ്റുമോ? അതുമില്ല. അത് ചെയ്യരുത്. അതാണ് CPM കാണിക്കുന്ന അബദ്ധം. അവർക്ക് ഇങ്ങനെ ഈ പിന്നെ ഒരാൾ ശത്രുവായി കഴിഞ്ഞാൽ അയാളുടെ പശുവിനെ കൊല്ലുക, അയാളുടെ തെങ്ങ് വെട്ടുക, അയാളുടെ മക്കളെ പള്ളിക്കൂടത്തിൽ വിടാൻ സമ്മതിക്കാതിരിക്കുക, അവരുടെ തെങ്ങ് കയറാൻ ആളില്ലാതിരിക്കുക, പറമ്പ് കളക്കിയില്ല എന്ന് പറയുക, ഇങ്ങനെ സോഷ്യൽ ബോയ്ക്കോട്ട് ചെയ്ത് ശ്വാസം മുട്ടിക്കുന്ന ഏർപ്പാട് CPMന് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. ഇന്ത്യയിൽ ആ പരിപാടി ചെയ്യുന്നത് CPM മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തൃണമൂൽ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കാരണം CPMകാരാണ് തൃണമൂലിൽ പോയി ചേർന്നിരിക്കുന്നത്, CPMലെ റൗഡി സംഘം. അപ്പോൾ ഇങ്ങനെ ചില എക്സെപ്ഷൻസ് ഒഴിച്ചാൽ ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ഇത് ചെയ്യാറില്ല. ഇവർക്ക് മാത്രമുള്ളൊരു ദാരിദ്ര്യമാണിത്. എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും സന്തോഷകരമായ കാര്യങ്ങളാണ്, മാതൃകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന് ആശംസകൾ നേരാം. യെസ്, അങ്ങനെ തന്നെ പോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.